ബംഗളൂരു KSRTC ബസ് അപകടത്തിൽപ്പെട്ട ഡ്രൈവറും കണ്ടക്ടറും അടക്കം കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന അട്ടിമറി സംശയങ്ങൾ പുറത്ത്. അപകടത്തിന് മുൻപ് ബസിന് നേരെ മുട്ടയേർ ഉണ്ടായോ എന്ന് വിശദമായി പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. അപകടം നടന്ന അതേ സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ച് മറ്റൊരു KSRTC ബസിന് നേരെ മുട്ടയെറിഞ്ഞ് കവർച്ചയ്ക്ക് ശ്രമം നടന്നെന്ന പശ്ചാത്തലത്തിലാണ് മുൻപ് നടന്ന അപകടത്തിലും സമാനമായ അട്ടിമറി സംശയം ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ കർണാടകയിലെ വിടുതി എന്ന സ്ഥലത്ത് വെച്ചാണ് KSRTC ബസിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായത്. കാസർഗോഡ് യൂണിറ്റിലെ ATC 142 ഡീലക്സ് ബസ് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. റോഡിൽ ഒളിച്ചിരുന്ന അജ്ഞാതർ ബസിന്റെ മുൻവശത്തെ പ്രധാന വിൻസ്ക്രീൻ ഗ്ലാസിലേക്ക് ലക്ഷ്യമായി മുട്ടയെറിയുകയായിരുന്നു. മുട്ട വീണ വിൻസ്ക്രീനിൽ പറന്നതോടെ ഡ്രൈവറുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വൈപ്പർ പ്രവർത്തിപ്പിച്ചാൽ മുട്ടയിലെ കൊഴുപ്പും മഞ്ഞക്കരുവും ഗ്ലാസ് കൂടുതൽ മങ്ങിക്കുന്നതിനാൽ ഡ്രൈവർ സമയോചിതമായി വേഗത കുറച്ച് ബസ് സുരക്ഷിതമായി നിർത്തുകയായിരുന്നു. രാത്രികാലങ്ങളിൽ കാടും വിജനവുമായ റോഡുകളിൽ വിൻസ്ക്രീനിലേക്ക് മുട്ടയെറിഞ്ഞ് ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുകയും വൈപ്പറിടുമ്പോൾ കാഴ്ച പൂർണ്ണമായും തടസ്സപ്പെടുത്തി ബസ് നിർത്തിച്ച് കവർച്ച നടത്തുകയും ചെയ്യുന്ന അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളുടെ സ്ഥിരം രീതിയാണിതെന്ന് സംശയിക്കുന്നു. ഏറ്റവും ഗൗരവകരമായ വിഷയം, ഈ മുട്ടയേറ് സംഭവം നടന്ന വിടുതിയിലെ പ്രദേശത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ഓഗസ്റ്റ് 8-ന് മറ്റൊരു KSRTC ബസ് മറിഞ്ഞത്. ഡ്രൈവർ മിഥിലേഷും കണ്ടക്ടറും മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരേ സ്ഥലത്ത് സമാനമായ രീതിയിൽ ആക്രമണ സാഹചര്യം വർദ്ധിപ്പിക്കപ്പെട്ടത് മുൻപത്തെ അപകടവും ഇത്തരം മുട്ടയേറ് മൂലമുണ്ടായ കാഴ്ച തടസ്സപ്പെടൽ കൊണ്ടാണോ എന്ന് ശക്തമായ സംശയത്തിനിടയാക്കിയിരിക്കുകയാണ്. വിടുതിയിലുണ്ടായ വിൻസ്ക്രീനിലെ മുട്ടയേറും തുടർന്നുള്ള അക്രമ ശ്രമങ്ങളും അതീവ ഗൗരവത്തോടെയാണ് ഗതാഗത വകുപ്പ് കാണുന്നത്. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്ന സാഹചര്യത്തിൽ KSRTC കർണാടക പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ബംഗളൂരു ഡിപ്പോയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായും കർണാടക പോലീസുമായും KSRTC അധികൃതർ നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണ്. അപകടത്തിൽപ്പെട്ട ബസിന് നേരെ മുട്ടയേർ ഉണ്ടായെന്ന് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ആദ്യ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ട ഡ്രൈവർ കം കണ്ടക്ടർ മിഥിലേഷിന് 16 മണിക്കൂറോളം കൃത്യമായ വിശ്രമം ലഭിച്ചിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി എല്ലാ റൂട്ടുകളിലും ഡ്രൈവർ കണ്ടക്ടർ സംവിധാനം നടപ്പിലാക്കുക പ്രായോഗികമല്ലെന്നും അഭിപ്രായപ്പെട്ടു. ബസിന്റെ യാത്രാ വഴിയും അക്രമം നടന്ന പ്രദേശത്തെ മുൻകാല സംഭവങ്ങളും വിശകലനം ചെയ്തു വരികയാണ്. കൂടാതെ KSRTCയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ നിലവിൽ വന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡിപ്പോ തലത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇവർ ഉടൻ പരിഹരിക്കും. വലിയ ഭരണപരമായ വിഷയങ്ങളിൽ സർക്കാർ നേരിട്ട് ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ആദ്യ അപകടത്തിൽ മരിച്ച ഡ്രൈവർ കം കണ്ടക്ടർ മിഥിലേഷിന് 16 മണിക്കൂറോളം കൃത്യമായ വിശ്രമം ലഭിച്ചിരുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ ജോലിഭാരവും വിശ്രമവേളകളും കൃത്യമായി നിരീക്ഷിക്കും. എന്നാൽ എല്ലാ റൂട്ടുകളിലും ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം പ്രായോഗികമല്ലെന്നും റൂട്ടുകളുടെ സ്വഭാവം പരിഗണിച്ച് ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ സർവീസുകൾ പുനഃക്രമീകരിക്കുമെന്നും വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ബസ്സുകളിൽ നേരെ മുട്ടയേറോ മറ്റ് അട്ടിമറി ശ്രമങ്ങളോ നടന്നിട്ടുണ്ടെന്ന് പോലീസിന്റെയും KSRTCയുടെയും അന്വേഷണത്തിൽ തെളിഞ്ഞാൽ കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ല നിയമ നടപടികൾ സ്വീകരിക്കും. വിജനമായ റോഡുകളിൽ രാത്രി സർവീസ് നടത്തുമ്പോഴും ഡ്രൈവർമാർ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും KSRTC നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ജീവനക്കാരുടെ സർവീസുകളുടെയും പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ KSRTC ഡിപ്പോകളിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്.